ഹായ് ഹലോ. ഇന്നത്തെ റോസ് എൻസൈക്ലോപീഡിയയിൽ നമുക്ക് പരിചയപ്പെടാം റോസ് ലവേഴ്സിൻ്റെ ഹൃദയം കവർന്നെടുത്ത ഒരു എക്സ്ക്ലൂസീവ് റോസ് വെറൈറ്റിയെക്കുറിച്ച്. ഏതാണെന്ന് അറിയണ്ടേ? ഈ കാണുന്നത് തന്നെയാണ് കേട്ടോ, റെഡ് പിനാക്കിയോ റോസ്. അപ്പോൾ നല്ല ഡീപ്പ് വെൽവെറ്റ് റെഡ് കളറാണ്, ഹെവി പെറ്റൽസ് ആണ്, ശരിക്കും ലോങ് ലാസ്റ്റിംഗ് ബ്ലൂം ചെയ്യുന്ന അടിപൊളി ഒരു റോസാണ്. അനവധി സ്പെഷ്യാലിറ്റീസ് കൊണ്ട് എന്താ പറയുക, നമ്മുടെ മീഡിയയിലും റോസ് നഴ്സറീസിലും എപ്പോഴും ഡിമാൻഡുള്ള ടോപ്പ് റോസ് വെറൈറ്റീസിലൊന്നാണ് ഈ റെഡ് പിനാക്കിയോ റോസ്. എത്ര പേർക്കറിയാം ഈ റോസിനെ കുറിച്ച്? എത്ര പേർക്ക് അറിയണമെന്നുണ്ട് ഈ റോസിനെ കുറിച്ച്? അപ്പോൾ എന്തായാലും നേരെ കമൻറ്റിൽ വന്നോളൂ കേട്ടോ. എന്തായിരുന്നാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ റോസിൻ്റെ ഒറിജിൻ സ്റ്റോറി എന്താണെന്ന് നോക്കാം. അതെ, റെഡ് പിനാക്കിയോ ഒരു ഹൈബ്രിഡ് ടീ റോസ് ഫ്ലോറിബെൻഡ റോസിൻ്റെ ക്രോസ് ആണെന്ന് പറയാം. അതെ, ഈ റോസ് വെറൈറ്റി യൂറോപ്യൻ ബ്രീഡിംഗ് പ്രോഗ്രാമിൽ നിന്നാണ് പ്രധാനമായിട്ട് വളർന്നത്. അതെ, ഇറ്റലി, നെതർലാൻഡ്, ജർമ്മനി എന്നിവിടങ്ങളിലെ പ്രൊഫഷണൽ റോസ് ബ്രീഡേഴ്സ് പല വർഷങ്ങൾ കൊണ്ടാണ് ഈ ഒരു റോസ് വെറൈറ്റി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. പിനാക്കിയോ എന്ന പേരുണ്ടല്ലോ, ഒരു ഇറ്റാലിയൻ ഒറിജിനുള്ള റോസ് നൈമിംഗ് സ്റ്റൈലാണ്. ഈ ഒരു സീരീസിൽ പിങ്ക് പിനാക്കിയോ, വൈറ്റ് പിനാക്കിയോ, ഓറഞ്ച് പിനാക്കിയോ എന്നിവയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവയിൽ ഏറ്റവും പ്രീമിയം ഡിമാൻഡുള്ളത് നമ്മുടെ റെഡ് പിനാക്കിയോ തന്നെയാണ്. അതെ, അപ്പോൾ ഈ ബ്രീഡേഴ്സ് ഈ ഒരു റോസ് വികസിപ്പിച്ചെടുക്കാൻ നേരം അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നറിയോ? ഡീപ്പ് റെഡ് കളർ ആവണം, മൾട്ടി ലെയേർഡ് പെറ്റൽസ് വേണം, ഹെവി ബ്ലൂമിങ് കപ്പാസിറ്റി വേണം, ഹീറ്റ് റെസിസ്റ്റൻസ് ഫോളിയേജ് ആയിരിക്കണം, മിക്ക ക്ലൈമറ്റിലും അഡ്ജസ്റ്റ് ആവുന്ന ഒരു റോസ് ആയിരിക്കണം. ഇതൊക്കെയായിരുന്നു ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവയെല്ലാം ഫോക്കസ് ചെയ്ത് നീണ്ട ഹൈബ്രിഡൈസേഷൻ്റെ ഫലമാണ് ഈ റോസ് ഇന്ന് കാണുന്ന തരത്തിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബ്രീഡേഴ്സ് ഡീറ്റെയിൽസ് നോക്കിയാൽ അത്ര വ്യക്തമല്ലാത്തൊരു ചരിത്രമുണ്ട് കേട്ടോ ഇതിന്. ശരിക്കും നമ്മുടെ യൂറോപ്പിലെ പല നഴ്സറി ഗ്രൂപ്പുകളും ഈ റെഡ് പിനാക്കിയോ ബ്രീഡിംഗ് ക്രെഡിറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പക്ഷേ ഒരുപാട് പേരങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിലും ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ആരെയാണെന്നറിയാമോ? ഡച്ച് ആൻഡ് ഇറ്റാലിയൻ ഹൈബ്രിഡ് ടീ സ്പെഷ്യലിസ്റ്റുകളെയാണ്. അവിടുത്തെ പിനാക്കിയോ സീരീസിൽ നിന്നാണ് ഈ റോസ് ഉരുത്തിരിഞ്ഞതെന്നാണ് പൊതുവേ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാൻഡഡ് രജിസ്റ്റേർഡ് സീരീസ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ കളർ സ്റ്റെബിലിറ്റി, ഗ്രോത്ത് പാറ്റേൺ ആൻഡ് റിപ്പീറ്റ് ബ്ലൂമിങ് ഇതെല്ലാം തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ഒരു റോസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് അപ്പിയറൻസ് ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലേ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഡീപ്പായിട്ടുള്ള വെൽവെറ്റ് റെഡ് കളറാണ് ഇതിൻ്റെ കളർ വരുന്നത്. സൂര്യപ്രകാശത്തിലുണ്ടല്ലോ സ്ലൈറ്റ് ബർഗണ്ടി ഷൈൻ ഇത് തരും. ആ കാഴ്ചയിൽ അങ്ങനെ നമുക്ക് തോന്നും. പിന്നെ ഇതിൻ്റെ പെറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ അടിപൊളി റൊമാൻറ്റിക് ക്ലസ്റ്റർ ഫീൽ നൽകുന്ന ഒരു ടൈപ്പിലുള്ള പെറ്റൽസ് ആണ് ഇതിനുള്ളത്. ഇതിൻ്റെ ബഡ് ഷേപ്പ് നോക്കിയാലോ പെർഫെക്റ്റ് സ്പൈറൽ ഫോർമേഷനാണ്, അടിപൊളി പെറ്റൽസാണ്, അടിപൊളി ബഡ്സാണ്. അതുപോലെ ഇതിൻ്റെ ബ്ലൂമിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ സ്റ്റെമ്മിലും ബ്ലൂം ചെയ്യും. പക്ഷേ പീക്ക് സീസണിലൊക്കെ ക്ലസ്റ്ററായി 3-5 ഫ്ലവേഴ്സ് വരെ ഒറ്റ ഇതിൽ വരുന്നുണ്ട്. അത് കാണാൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്മെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൈൽഡ് സ്വീറ്റ് റോസ് ഫ്രാഗ്രൻസ് ആണ് ഇതിന് വരുന്നത്. ഹെവി സ്മെല്ലല്ല, ബട്ട് പ്ലസൻറ്റ് സ്മെല്ലാണ്. അങ്ങനെ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ബ്ലൂമിങ് ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ കണ്ടിന്യൂസ് ബ്ലൂമറാണ്. അതെ, 40-45 ഡേയ്സ് സർക്കിളിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ബ്ലൂമിങ് ചെയ്യുന്ന ഒരു റോസാണിത്. പിന്നെ കേരള പോലുള്ള ഹ്യൂമിഡിറ്റി ക്ലൈമറ്റിൽ എന്താ പറയുക കളർ ഒട്ടും ഫെയ്ഡാകാതെ തന്നെ നന്നായിട്ട് സർവൈവ് ചെയ്യുന്ന റോസുകളിലൊന്നും കൂടിയിട്ടാണിത്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഇലകൾക്കും പ്രത്യേകതയുണ്ട്. നല്ല ഗ്ലോസി ആയിട്ടുള്ള ഡാർക്ക് ഗ്രീൻ ലീവ്സാണ്. ഫംഗൽ ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ ലീവ്സ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൂത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ചെടി ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു ലുക്കാണ്. അത്രയും രസമുള്ള പൂക്കളും ചെടിയാണ് കേട്ടോ ഇത്. അതുപോലെ ഈ റോസ് എത്രത്തോളം വളരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക മീഡിയം ഹൈറ്റ് ഹൈബ്രിഡ് റോസാണിത്. ശരിക്കും ഹൈറ്റ് ഒരു 2.5 മുതൽ 3.5 ഫീറ്റ് വരെ പോകാം. പിന്നെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു വീതി എന്ന് വെച്ചാൽ ഒരു 1.5 ഫീറ്റ് വരെ അത് വിസ്തീർണത്തിൽ വളരാം. സ്ട്രോങ് സ്റ്റെംസാണ്. എന്താ പറയുക സൈഡ് ഷൂട്ട്സ് കൂടുതലായിട്ടും പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലൂംസും ഒരുപാട് പൂക്കളാണ് കിട്ടുക. അടിപൊളിയാണ് കേട്ടോ. ശരിക്കും
ഇതിൻ്റെ ഒരു പോട്ട് സൈസ് എന്ന് വെച്ചാൽ ഒരു 12 ഇഞ്ച് 15 ഇഞ്ച് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ട് ഇത് വളർന്നു കിട്ടും. ഇതിൻ്റെ സോയിൽ മിക്സ് എന്താണെന്ന് വെച്ചാൽ റെഡ് സോയിൽ 40%, കൊക്കോ പീറ്റ് 20%, കമ്പോസ്റ്റ് ഒരു 40% ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇത് വളർത്തിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ വളം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചാണകം, മാട്ടിൻ കാഷ്ടം, DAP ഒക്കെ ഇതിന് വളമായിട്ട് വാട്ടറിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡെയിലി വൺസ്. അതെ, ഈവനിങ് വാട്ടറിങ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. സോയിൽ ഡ്രൈ ആവാതെ ശ്രദ്ധിക്കുക. എപ്പോഴും വാട്ടർ വേണമെന്നൊന്നുമില്ല, പക്ഷേ വെള്ളം അധികം കെട്ടി നിൽക്കാതിരിക്കാൻ കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ പ്രൂണിങ് എങ്ങനെ വേണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 45 ഡേയ്സ് സർക്കിളിൽ ഇതിൻ്റെ പ്രൂണിങ് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓൾഡ് ഫ്ലവേഴ്സൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുക, ഡെഡ് സ്റ്റെംസൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക, സൈഡ് ഷൂട്ട്സൊക്കെ എൻകറേജ് ചെയ്യുക എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നിറച്ച് പൂക്കൾ എക്കാലത്തും തന്നുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി റോസാണ് ഈ ഒരു റെഡ് പിനാക്കിയോ റോസ് എന്ന് വെച്ചാൽ. ഇതിൻ്റെ ആവശ്യകത നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, റെഡ് പിനാക്കിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലാന്റ് നഴ്സറീസിലും ഓൺലൈൻ സ്റ്റോഴ്സിലും ഒക്കെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് റോസസിലൊന്നാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അത്രയും രസമാണ്. പലയിടത്തും പല വിലകളിൽ ഇത് കിട്ടുന്നുണ്ടാവും. ഡിമാൻഡ് കാരണം പലപ്പോഴും സ്റ്റോക്ക് കിട്ടുന്നത് വരെ കുറയാൻ ഇടയുള്ള ഒരു റോസും കൂടിയിട്ടാണ് കേട്ടോ. അത്രയ്ക്കും ഡിമാൻഡുണ്ട്. ശരിക്കും ഈ റോസിൻ്റെ പേര് റെഡ് പിനാക്കിയോ റോസ് എന്നാണെങ്കിലും കളക്ട്രേറ്റ് റോസ് എന്ന പേരിൽ റോസ് ലവേഴ്സ് പലരും ഇതിന് സെർച്ച് ചെയ്യാറുണ്ട്. അതെ, പല റോസ് ലവേഴ്സിനും ഇത് കളക്ട്രേറ്റ് റോസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശരിക്കും ഇതിൻ്റെ കളർ സ്റ്റെബിലിറ്റി, കൺസിസ്റ്റൻറ്റ് ബ്ലൂമിങ്, പ്രീമിയം പെറ്റൽ ഫോർമേഷൻ ഇതൊക്കെ കാരണം റെഡ് പിനാക്കിയോ റോസ് നിങ്ങളുടെ ഗാർഡനിൽ ഒരു ഹൈലൈറ്റ് പ്ലാന്റ് ആവും. ശരിക്കും ഇത് മേടിച്ച് വെച്ചവർക്കേ അറിയുള്ളൂ ഇതിൻ്റെ ആ ഒരു ലുക്ക് എന്താണെന്നുള്ളത്. പിന്നെ ഫോട്ടോ ഫ്രണ്ട്ലിയാണ്, റീൽസ് ഫ്രണ്ട്ലിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലാൻ ലവറാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് നിങ്ങൾ വീട്ടിൽ വളർത്തേണ്ട ഒരു റോസ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് റെഡ് പിനാക്കിയോ റോസ്. ഞാനിപ്പോൾ പറഞ്ഞതാണ് ഈ റെഡ് പിനാക്കിയോ റോസിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ വെറൈറ്റി റോസിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോസ് വേണമെന്നുണ്ടോ? എന്തെങ്കിലും റോസ് നെയിം കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോസ് നെയിം കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റോറി ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ഈ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മുടെ റെഡ് പിനാക്കിയോ റോസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും റോസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ റോസിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പറയുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തന്നെ ഈ റോസിനെ കുറിച്ച് ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, ആ ബെൽ ബട്ടൺ ഞെക്കാൻ മറക്കണ്ട. ബെൽ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്